Welcome all to my YouTube channel. This is Harsha, and in this channel we are going to discuss some of the computer science engineering topics. So initially I thought of starting with COA from S4, but അതിൻ്റെ കുറേയും ബേസിക്സ് വരുന്നത് S3 ലോജിക് സിസ്റ്റം ഡിസൈൻ എന്നുള്ള പേപ്പറിലാണ്. So then I thought of starting with LSD, which is logic system design from S3. So without further ado, let us begin with the video. So our first paper is logic system design. ഇത് ഞാൻ പറഞ്ഞ പോലെ S3 പേപ്പറാണ്. സോ ഇതാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന S4 പേപ്പറിൻ്റെ ഒരു ബേസിക്സ് ആയിട്ട് വരും. സോ നമുക്കിതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. എല്ലാ എൻജിനീയറിംഗ് പേപ്പേഴ്സ് പോലെ ഇതിലും നമുക്ക് 5 മൊഡ്യൂൾസ് ആണ് അവൈലബിൾ. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് ഇസ് നമ്പർ സിസ്റ്റംസ്, operations and codes. So in this video we'll be actually discussing about the 4 basic number systems and its number conversions. ബാക്കി സിലബസ് നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം, കവർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമുക്ക് നമ്പർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. സോ നമ്പർ സിസ്റ്റം ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് യൂസ് ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റം ഓരോ രീതിയിലായിരിക്കും നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഒരുപാട് നമ്പർ സിസ്റ്റംസ് ഉണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള അതിൽ 4 ബേസിക് നമ്പർ സിസ്റ്റംസ് ആണ്. സോ എസ്പെഷ്യലി ഫോർ CS സ്റ്റുഡൻസ് വി ഹാവ് ടു ജസ്റ്റ് ഫോക്കസ് ഓൺ ദീസ് 4 ബേസിക് നമ്പർ സിസ്റ്റംസ്, വിച്ച് ഇസ് ഡെസിമൽ, ബൈനറി, octal and hexadecimal. So for each of these number systems we are going to focus on 2 parameters, which is its base and the symbols in it. So decimal in the base we all know it's 10, and there are of course 10 symbols in it, which is 0 to 9. And again coming to binary number system, the base is 2 and there are 2 symbols which is basically used by computer, 0 and 1. And then for octal number system, the base is 8 and the symbols of course are 0 to 7. And for hexadecimal the base is 16 and there are 16 symbols, which is 0 to 9 and A to F. So now let us discuss about decimal number system. So decimal number system നമ്മൾ കണ്ടു the base is 10 and the digits or the symbols in it are 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. So let us look at an example. I've taken an example which is 519 to the base 10. That means it's a decimal number. And we can write it as 5 into 10 square plus 1 into 10 raised to 1 plus 9 into 10 raised to 0. So this is how we write numbers in number system which we have learnt from childhood itself. So അത് സമ്മപ്പ് ചെയ്ത് നമുക്ക് 519 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്പർ സിസ്റ്റംസ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റമാണ്. സോ the base of binary number system is 2 and the digits are 0 and 1, which is usually used in computer systems. So as an example we can take 11010. So ഇവിടെയും നമ്മൾ പൊസിഷണൽ വാല്യൂസിനെ 2ൻ്റെ പവേഴ്സ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ആക്ച്വലി ഗെറ്റ് ദ ഡെസിമൽ വാല്യൂ ഓഫ് ദി നമ്പർ 11010. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ആക്ച്വൽ ഡെസിമൽ വാല്യൂ 26 എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാ ബൈനറി നമ്പേഴ്സിൻ്റെയും ഡെസിമൽ വാല്യൂ ഈ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് വരുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അഗെയിൻ ബേസ് 8 ആണ് വരുന്നത്. ഡിജിറ്റ്സ് 0, 1, 2, 3, 4, 5, 6 and 7, which is 8 സിമ്പിൾസ് ഉണ്ട് നമുക്ക്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് 123 എടുക്കാം. 123യും അഗെയിൻ നമ്മൾ 8ൻ്റെ പവേഴ്സും ഉണ്ട്, നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആദ്യം 0ൻ്റെ വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ 83 എന്ന് കിട്ടും. 83യുടെ ഡെസിമൽ വാല്യൂ ആണ് 123യുടെ ഒക്ടലിൻ്റെ ഡെസിമൽ വാല്യൂ. സോ നെക്സ്റ്റ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഇറ്റ്സ് ബേസ് 16 ആൻഡ് ദ ഡിജിറ്റ്സ് ആർ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, then A, B, C, D, E and F. അപ്പോൾ ഇവിടെയും 16 സിമ്പിൾസ് ആണുള്ളത് ബിക്കോസ് ദ ബേസ് 16. സോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുന്നത് 21A ആണ്. 21A ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ്. സോ അതിൻ്റെ ഇക്വലൻറ്റ് ഡെസിമൽ
ആണ് നമ്മൾ നോക്കുന്നത്. അതിന് അഗെയിൻ 16ൻ്റെ പവേഴ്സ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓരോ പൊസിഷണൽ വാല്യൂസിനെ. അഗെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം യു ഗെറ്റ് ദ ഫൈനൽ ആൻസർ by like multiplying it with the powers of 16, and you get the answer as 538, which is the decimal value of 21A. So next I'm going to give you a conversion table. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ലൈക്ക് ഒരു ഷോർട്ട് നോട്ട് പോലെ. സോ ഹിയർ ഞാൻ 4 നമ്പർ സിസ്റ്റത്തിലെയും 0 to 15ൻ്റെ നമ്പേഴ്സാണ് എഴുതുന്നത്. സോ അതിൻ്റെ ഇക്വലൻറ്റ് ഓരോ നമ്പർ സിസ്റ്റത്തിന് ഇക്വലൻ്റ് ആയിട്ട് വേറെ നമ്പർ സിസ്റ്റത്തിലുള്ള വാല്യൂ എന്താണെന്ന് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഇപ്പം ഒരുപാട് CS മുന്നോട്ട് നമ്മൾ ഓരോ സബ്ജക്ട്സ് കയറി പോകുമ്പോൾ, ഓരോ സെമസ്റ്റർ പോകുമ്പോൾ ഇതൊക്കെ ബൈ ഹാർട്ടായിട്ട് നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ബട്ട് ഫോർ ദ ബിഗിനേഴ്സ് ഇത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഞാനിതൊരു ടേബിളായിട്ട് തരുന്നത്. സോ ഐ ഹോപ്പ് ദിസ് വിൽ ബി യൂസ്ഫുൾ. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ആൻഡ് ഇവിടെ ബൈനറി വാല്യൂസിൽ നോക്കേണ്ടത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് വളരെ ബൈ ഹാർട്ട് ആവും. ഓൾ ദീസ് വാല്യൂസ് നമ്മളോട് പെട്ടെന്നൊരു നമ്പർ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ബൈ ഹാർട്ട് ആവും. സോ അവിടെയും നോക്കിയാൽ ദർ ഇസ് എ റെക്കറൻറ്റ് പാറ്റേൺ ഇൻ ദീസ് ബൈനറി നമ്പേഴ്സ്. ലൈക്ക് 0 to 7 നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ ഇസ് 0, ബട്ട് അത് കഴിഞ്ഞിട്ട് 8 to 15 ആദ്യത്തെ വാല്യൂ ഇസ് 1. സോ അങ്ങനെ നമുക്ക് പൊസിഷണൽ വാല്യൂസിലൊരു റെക്കറൻറ്റ് പാറ്റേൺ ഉണ്ട്. അഗെയിൻ ഹെക്സാഡെസിമലിൽ നോക്കുമ്പോൾ നമുക്ക് 10 to 15 എന്ന് പറയുന്നത് A to F ആണ്. സോ നെക്സ്റ്റ് ഇസ് നമ്പർ സിസ്റ്റം കൺവേർഷൻസ്. സോ നമ്മൾ ആദ്യം നോക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് ടു ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. അപ്പോൾ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ വേറെ ഏതൊരു നമ്പർ സിസ്റ്റത്തിലോട്ട് മാറ്റാനും what we do is we divide the number with the required number system's base. സോ നമ്മൾ ആദ്യം 195 എന്നുള്ളൊരു ഡെസിമൽ നമ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ആദ്യം ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 2, വിച്ച് ഇസ് ദ ബേസ് ഓഫ് ബൈനറി, 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും. ആൻഡ് വി റൈറ്റ് ദ റിമൈൻഡേഴ്സ് ഓൺ ദി സൈഡ്. നമ്മൾ റിമൈൻഡേഴ്സ് റൈറ്റ് സൈഡിൽ എഴുതി പോകും. ആൻഡ് വാട്ട് വി ആക്ച്വലി ഡൂ ഇസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം എന്ന് വെച്ചാൽ നമുക്ക് ഡിവൈഡ് 2 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന അത്രയും ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിമൈൻഡേഴ്സ് ബോട്ടം ടു ടോപ്പ്, ലൈക്ക് ഫൈനൽ റിമൈൻഡറിൽ നിന്ന് മേലോട്ട് ബോട്ടം ടു ടോപ്പ് നമ്മൾ റീഡ് ചെയ്യും. സോ വി ഗെറ്റ് ദി വാല്യൂ ആസ് 11000011. സോ ദിസ് ഇസ് എ ബൈനറി ഇക്വലൻ്റ് ഓഫ് 195, വിച്ച് ഇസ് എ ഡെസിമൽ. സോ ഇത് നമുക്ക് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഒക്ടലിൻ്റെ ബേസുമായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഇസ് 8 നമ്മൾ ഡിവൈഡ് ചെയ്യണം. അവസാനം നമുക്ക് 3 വന്നു കഴിയുമ്പോൾ പിന്നെ 8 ഡിവിസിബിൾ അല്ല. സോ നമ്മൾ അഗെയിൻ അത് റിമൈൻഡേഴ്സ് ബോട്ടം ടു ടോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 303 എന്നുള്ളതാണ് ഒക്ടൽ വാല്യൂ കിട്ടുന്നത് ഫോർ 195. അഗെയിൻ ഹെക്സാഡെസിമലിലോട്ട് മാറ്റാൻ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് യു ഗെറ്റ് 12 ദെയർ. സോ 12 നമ്മൾ ഹെക്സാഡെസിമലിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് C വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ അഗെയിൻ ബോട്ടം ടു ടോപ്പ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് C3 എന്ന് ഹെക്സാഡെസിമൽ വാല്യൂ കിട്ടും ഫോർ 195. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. സോ ഒക്ടൽ നമ്പർ സിസ്റ്റവും അഗെയിൻ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ് വരും ഒക്ടൽ വരുമ്പോൾ. ഇത് കുറച്ചും കൂടെ സിംപിളറാണ്. നമുക്ക് ബൈനറി ഇക്വലൻസ് അറിയാമെങ്കിൽ ഇത് കുറച്ചും കൂടെ സിംപിളറാണ്. സോ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെയാണ് 303 to the base 8. അപ്പോൾ നമ്മൾ അതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഈച്ച് ഡിജിറ്റിൻ്റെ ബൈനറി ഇക്വലൻറ്റ് നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ ബൈ ഹാർട്ട് ചെയ്യണം. സോ അത് എഴുതുക. അപ്പോൾ 3യുടെ ബൈനറി ഇക്വലൻറ്റ് അതിൻ്റെ 3 ഡിജിറ്റ് ബൈനറി ഇക്വലൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത് ഒക്ടൽ ആയതുകൊണ്ട്. സോ ദാറ്റ് ഇസ് 011. 0യുടെ വരുമ്പോൾ 000. അപ്പം നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ 11000011 എന്ന് കിട്ടും. ദിസ് ഈസ് എ ബൈനറി ഇക്വലൻറ്റ്. അടുത്തത് ഇതിനെ ഇനി നമുക്ക് ഹെക്സാഡെസിമലിലോട്ട് ഈ ഒക്ടൽ നമ്പറിനെ കൺവേർട്ട് ചെയ്യാൻ ആദ്യം ഈ ഒക്ടൽ നമ്പറിൻ്റെ ബൈനറി ഇക്വലൻറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ബൈനറി ഇക്വലൻറ്റിനെ നമ്മൾ 4ൻ്റെ ഗ്രൂപ്പ്സ് ആക്കുക. എഗെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളത് റൈറ്റിൽ നിന്നാണ് ഗ്രൂപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ 4ൻ്റെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് അതിൻ്റെ ബൈനറി ഇക്വലൻറ്റ് എഴുതുക. അപ്പോൾ 1100യുടെ ബൈനറി ഇക്വലൻറ്റ് ബൈനറി ഇക്വലൻ്റ് അല്ല, ഹെക്സാഡെസിമൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് C ആണ്. 0011ൻ്റെ 3 ആണ്. സോ നമുക്ക് C3 to the base 16 എന്ന് ഉള്ള വാല്യൂ കിട്ടും.
അടുത്തത് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് ഡെസിമലിലോട്ടാണ്. സോ നമ്മൾ ഡെസിമലിൻ്റെ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ കണ്ടു എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന്. നമുക്ക് ഏത് നമ്പർ സിസ്റ്റത്തിലോട്ടാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ പവേഴ്സുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഓരോ ഡിജിറ്റിനെ. അപ്പം നമ്മൾ 8ൻ്റെ പവേഴ്സുമായിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. സോ വി ആക്ച്വലി ഗെറ്റ് ഇറ്റ് ആസ് 3 × 8 square which is 64. 3 × 64 plus 0 plus 3 × 1 8⁻⁴ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ 192 + 3 which is 195 എന്നുള്ള അതിൻ്റെ ഡെസിമൽ ഇക്വലൻറ്റ് നമുക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ടു എനി അതർ നമ്പർ സിസ്റ്റം ആണ് നോക്കുന്നത്. സോ ഇതിൽ ആദ്യം നമ്മൾ ടു ഡെസിമൽ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഏതൊരു നമ്പർ സിസ്റ്റത്തിനെ ആയിക്കോട്ടെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ റിക്വയർഡ് നമ്പർ സിസ്റ്റത്തിൻ്റെ പവേഴ്സുമായിട്ട് ഓരോ ഡിജിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതൊരു ബേസിക് റൂളാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു നമ്പർ സിസ്റ്റവും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഇവിടെ നമ്മൾ അഗെയിൻ 16ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 3 × 16⁻⁴ പ്ലസ് c × 16⁻1. അപ്പം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഡെസിമൽ ഇക്വലൻറ്റ് വിച്ച് ഇസ് 195 എന്നുള്ളത് നമുക്ക് കിട്ടും. സോ അതാണ് ടു ഡെസിമൽ. അടുത്തത് ടു ബൈനറി കൺവേർഷനാണ്. സോ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് അഗെയിൻ നമ്മൾ നേരത്തെ ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് കണ്ടതുപോലെ തന്നെ ഈ സിയുടെയും 3യുടെയും 4 ഡിജിറ്റ് ബൈനറി ഇക്വലൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. കാരണം നമുക്ക് ഹെക്സാഡെസിമൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ 4 ഡിജിറ്റ് ബൈനറി ഇക്വലൻ്റ് ആണ് എഴുതേണ്ടത്. അതേസമയം ഇനി ഇതേ ഹെക്സാഡെസിമൽ C3 എന്നുള്ള വാല്യൂവിനെ നമുക്ക് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ അതിൻ്റെ ബൈനറി ഇക്വലൻ്റ് കണ്ടുപിടിക്കുക C3യുടെ, ദാറ്റ് ഈസ് 11000011. എന്നിട്ട് ആ ബൈനറി ഇക്വലൻറ്റിനെ 3യുടെ ഗ്രൂപ്പ്സ് ആക്കണം. കാരണം നമുക്ക് ഒക്ടലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. 3യുടെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നമുക്ക് ഫൈനൽ ഗ്രൂപ്പിൽ നോക്കിയാൽ നമുക്ക് 11 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ ഒരു 0യും കൂടെ ഇട്ട് കൊടുക്കാം. സോ 0യും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ബൈനറി ഇക്വലൻസ് എഴുതുന്നു വിച്ച് ഇസ് 303. 303 ആണ് അപ്പോൾ നമ്മുടെ C3യുടെ ഒക്ടൽ ഇക്വലൻറ്റ്. So next one is binary to any other number system which is the fourth and last one. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ടു ഡെസിമൽ ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 2ൻ്റെ പവേഴ്സ് കൊണ്ട് ഓരോ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമ്മൾ ആദ്യം ആ നമ്പർ എഴുതിയതിന് ശേഷം റൈറ്റ് സൈഡിൽ നിന്ന് 2⁻⁴ തുടങ്ങി നമ്മൾ ഓരോ ഡിജിറ്റിനെയും 2ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 0 വരുന്ന ഭാഗം നമുക്ക് 0 ആയി പോവും. സോ നമുക്ക് 2⁻⁷ + 2⁻�6 + 2⁻1 + 2⁻0 എന്ന് വരും. സോ ഫൈനൽ ആൻസർ 195 to the base 10. കാരണം നമുക്ക് ടു ഡെസിമൽ ആണ്. സോ ടു ദ ബേസ് 10 എന്ന് വരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നമുക്ക് ടു ഒക്ടലാണ്. സോ ടു ഒക്ടൽ നമ്മൾ നേരത്തെ ഒക്ടൽ ടു ബൈനറി നോക്കിയതുപോലെ തന്നെ അത് മനസ്സിലായെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ ആ ബൈനറി നമ്പറിനെ എഴുതിയിട്ട് 3യുടെ ഗ്രൂപ്പ്സ് ആക്കും. ഒക്ടൽ ആയതുകൊണ്ട് 3യുടെ ഗ്രൂപ്പ്സ് ആണ് ആക്കേണ്ടത്. ഹെക്സാഡെസിമൽ ആണെങ്കിൽ നമ്മൾ 4ൻ്റെ ഗ്രൂപ്പ്സ് ആണ് ആക്കുന്നത്. സോ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് അഗൈൻ നമ്മൾ 3യുടെ ഗ്രൂപ്പ്സ് ആക്കി പോകും. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പിൻ്റെയും ഒക്ടൽ ഇക്വലൻറ്റ് നമുക്കറിയാമായിരിക്കണം. അഗൈൻ 0യുടെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഒക്ടൽ ഇക്വലൻ്റ് എഴുതും വിച്ച് ഇസ് 303. ഞാൻ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇതിൻ്റെ കൺവെൻഷൻസ്. സോ നമുക്ക് 303 എന്നുള്ള ഒക്ടൽ വാല്യൂ കിട്ടും. അടുത്തത് ടു ഹെക്സാഡെസിമൽ ആണ്. സോ ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പം അഗെയിൻ ആകെ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ ഈ 3യുടെ ഗ്രൂപ്പ് ആക്കുന്നതിന് പകരം നമ്മൾ 4ൻ്റെ ഗ്രൂപ്പ് ആക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഹെക്സാഡെസിമൽ ഇക്വലൻ്റ് എഴുതുന്നു. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഗ്രൂപ്പേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അഗെയിൻ റൈറ്റിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് 2 ഗ്രൂപ്പ് വരും. അപ്പോൾ 1100 എന്ന് പറയുന്നത് C ആണ്, 0011 എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്കിതിൻ്റെ ഹെക്സാഡെസിമൽ ഇക്വലൻ്റ് C3 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് ബൈനറി നമ്പർ സിസ്റ്റം ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺവേർഷൻസ് വിത്ത് ഫ്രാക്ഷണൽ പാർട്ടാണ്. സോ നമ്മുടെ നമ്പേഴ്സിൽ ഒരു ഫ്രാക്ഷണൽ പാർട്ട് വന്നാൽ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും. സോ അതിൻ്റെ ഞാൻ ബൈനറിയുടെ മാത്രം എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. വേറെ നമ്പർ സിസ്റ്റത്തിന് ആ ബൈനറിക്ക് 2ൻ്റെ സ്ഥാനത്ത് ആ വേണ്ട നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വെച്ച് കൺവേർട്ട് ചെയ്യുക. സോ ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന നമ്പർ 195.25 ആണ്. അതിൽ 195ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 0.25ൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ 0.25നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് × 2 ചെയ്യണം. സോ നമുക്ക് 0.5 എന്ന് കിട്ടും. എന്നിട്ട് 0.5നെ പിന്നെ നമ്മൾ × 2 ചെയ്യുന്നു, നമുക്ക് 1.0 കിട്ടി.
എന്നിട്ട് നമ്മൾ ആൻസർ കൺസിഡർ ചെയ്യേണ്ടത് ടോപ്പ് ടു ബോട്ടമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് നിർത്തുന്നത് എങ്ങനെയാണ്, സ്റ്റോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡെസിമൽ പാർട്ട് 0.0 എന്ന് വന്നു കഴിയുമ്പോൾ, ഡെസിമൽ പാർട്ട് ഇല്ല എന്ന് വന്നു കഴിയുമ്പോഴാണ് നിർത്തുന്നത്. ഇനി അങ്ങനെയല്ല, ഇതിങ്ങനെ റെക്കറൻ്റ് ആയിട്ട് പോകുമെങ്കിൽ നമ്മളൊരു ഫൈനൈറ്റ് സ്റ്റെപ്പിൽ നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 സ്റ്റെപ്പായിട്ടും തീരുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിർത്തുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ 195ൻ്റെ വാല്യൂ വിച്ച് ഇസ് 11000011.01 ടോപ്പ് ടു ബോട്ടം നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് ആ വാല്യൂ. ഇനി ഇതേ നമുക്ക് ബൈനറി വാല്യൂ തന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഡെസിമലിലോട്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ ചെയ്തത് എന്താണ്, 2ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഡെസിമൽ വരുമ്പം ഒരു ഡിഫറൻസ് ഉണ്ട്. ഡെസിമൽ വരുമ്പം നമ്മൾ പോയിൻറ്റിൻ്റെ ഇപ്പുറത്തോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3 എന്ന് എടുക്കും. അതേസമയം പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ 2⁻⁻1, 2⁻², 2⁻3 അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ആൻസർ വരുമ്പോൾ എഗൈൻ ഈ സൈഡിൽ നമുക്ക്, ഞാനൊരു ചെറിയ നമ്പർ എടുത്തതാണ്, ഓൾറെഡി എടുത്ത എക്സാമ്പിൾ അല്ല എടുത്തത്. നമുക്കിവിടെ 8+2 എന്ന് പറഞ്ഞാൽ 10 എന്നാണ് നമുക്ക് ഇതിൻ്റെ ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത്. അതേപോലെ ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് 0 ക്യാൻസലായി പോവും. രണ്ടാമത് 1 × 2⁻², ദാറ്റ് ഇസ് 1/4 വിച്ച് ഇസ് 0.25 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ 10.25 എന്നുള്ളത് നമുക്ക് കിട്ടും. സോ ഇതാണ് ഫ്രാക്ഷണൽ പാർട്ട് വെച്ച് ചെയ്യുന്ന. സോ നൗ ദിസ് ഇസ് ആക്ച്വലി എ ഷോർട്ട് നോട്ട് ദാറ്റ് ഐ ഹവ് പ്രിപ്പയർഡ്. ഇത് അഗെയിൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിന് മുന്നേ നോക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റം, ബൈനറി, ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഇതിനെല്ലാം ഓരോ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ടേബിളാണിത്. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് ബൈനറി ടു അതർ വരുമ്പം നമുക്ക് മൾട്ടിപ്ലൈ ബൈ 2 ഉണ്ട്. ബാക്കി 2 ഡയറക്റ്റ് മെത്തേഡ്സ് ആണ്, നമ്മൾ ഡയറക്റ്റ്ലി നമ്പർ എഴുതുകയാണ് അവിടെ. അടുത്തത് ഡെസിമൽ ടു അതർ നമ്പർ സിസ്റ്റം ആണ്, ഡിവൈഡ് ബൈ ദ ബേസ് ഓഫ് ദി റിക്വയർഡ് നമ്പർ സിസ്റ്റം. അത് കഴിഞ്ഞ് ഒക്ടൽ ടു ഇനി അതർ നമ്പർ സിസ്റ്റം, അത് ഓരോന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഹെക്സാഡെസിമൽ. ഇനി ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്ന 4 കേസിലാണ് ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ബൈ ദാറ്റ് ബേസും, ഡെസിമലിനെ ഏതൊരു നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഡിവൈഡ് ബൈ ദാറ്റ് ബേസും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഷോർട്ട് നോട്ട്സിൽ വരുന്നത്. So again, I hope it was helpful for you all. So thanks for watching, guys.